ഞാൻ ചെറുപ്പത്തിൽ ഓടിക്കളിച്ച സ്ഥലങ്ങൾ കാണിക്കാനാണ് പോണത്. ചെറുപ്പത്തിൽ ഓടിക്കളിച്ച സ്ഥലങ്ങൾ എൻ്റെ അമ്പലം, എൻ്റെ പുഴ, അതൊക്കെ കാണിച്ചു തരാം. സോപ്പുണ്ടായില്ല, സോപ്പ് എടുത്ത് വരാം. ഞാൻ പുഴയിൽ പോയി കുളിക്കുകയും ചെയ്യാം. മോശമേ ദീനവത്സലൻ ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട് കുറേ പ്രാവശ്യം കാണിച്ചു, അതിനെക്കൊണ്ട് പിന്നെ പ്രശ്നമില്ല. കൊണ്ട് ഇനിയിപ്പോൾ ഇനി കാണിക്കേണ്ട ആവശ്യമില്ല. പഴയ കൊടുത്ത വീടാണ്. കൃഷികളൊക്കെ ഉണ്ട്, ഒക്കെ കാണിച്ചതാണ്. ഇനി ഞാൻ ചെറുപ്പത്തിൽ പൂജ കഴിച്ച അമ്പലം കാണാൻ പോവാണ്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങളെ കുടുംബക്ഷേത്രമാണ്. ഇപ്പം ദേവസ്വം ബോർഡ് ഏറ്റെടുത്താണ്. ഈ അമ്പലത്തിൻ്റെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം. ചേലൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇന്ന് ഗൂഗിളിൽ അടിച്ചാൽ മതി, എന്നാലും കാണാം. പഴയ ചേലൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം കാണാം. ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നൊരു ക്ഷേത്രമായിരുന്നു പണ്ട്. പിന്നെയാണ് പുനരുദ്ധരിച്ച് ഈ ഇപ്പം കാണുന്ന രൂപത്തിലാക്കിയത്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ചിത്തകടവ് ചേലൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. പഴയ കാലത്തെ അതേ ഫോട്ടോയാണ് കാണാൻ പറ്റുക. പുതിയത് കാണാൻ പറ്റില്ല. പുതിയത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. പുതിയത് ഞാൻ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇത് ആൽത്തറയ്ക്കുള്ള ക്ഷേത്രമാണ്. 2 ആൽത്തറുണ്ട്. കല്യാണ മണ്ഡപമുണ്ട്, ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. വലിയ ഗ്രൗണ്ടുണ്ട്. ഇവിടെയൊക്കെ കാറ് നിർത്തിയ പാർക്കിംഗ് ഏരിയ. വലിയ പാർക്കിംഗ് ഏരിയ അവിടെ. വലിയ പാർക്കിംഗ് ഏരിയ. കുറേ സ്ഥലങ്ങളുണ്ട് പാർക്ക് ചെയ്യാൻ. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. ഞാൻ ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെ പോയിട്ട് പൂജ കഴിച്ച സ്ഥലമാണ്. പൂജ കഴിച്ച അമ്പലമാണ്. പണ്ട് കാലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന അമ്പലമായിരുന്നു. പിന്നെ പുനരുദ്ധരിച്ച് ഈ രൂപത്തിലാക്കിയതാണ്. നല്ല കല്യാണ മണ്ഡപം. ഹരിഹരാത്മജ മോക്ഷമേതു ദീനവത്സ. ഇവിടെ
പ്രതിഷ്ഠാ ദിനത്തിനൊക്കെ അന്നദാനമൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടായാൽ അന്നദാനം, രാവിലത്തെ ചായ, എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാവും. അതാണ് നമ്പൂതിരിമാരില്ലാണ് പൂജ കഴിക്കുന്ന നമ്പൂതിരിമാരില്ല. അമ്പലത്തിൽ പൂജ കഴിക്കുന്ന നമ്പൂതിരിമാരില്ലാണ്. അതും ജ്യേഷ്ഠാനുജന്മാരാ. ഇപ്പോൾ അടുത്ത കാലത്താണ് ഇവിടെയൊക്കെ ധാർ ചെയ്ത്, കോൺക്രീറ്റ് ചെയ്ത ഇപ്പോൾ അടുത്ത കാലത്താണ്. പണ്ട് കാലത്ത് ഇവിടെ ഇടുങ്ങിയൊരു ഇടവഴിയേനു ഒക്കെ പിന്നെ വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്ത് ഒക്കെ ഇതാക്കി ഉഷാറാക്കി. ചെറുപ്പത്തിൽ നീന്തി കളിച്ച പുഴയാണിത്. ഞങ്ങൾ അക്കരയ്ക്കും ഇക്കരയ്ക്കൊക്കെ നീന്താറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. കുറേ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ നല്ല ഒരു ഇതായിരുന്നു. പുഴയിൽ നീന്താറിന് വലിയൊരു ഇതാണ്. ഞാൻ SLC പഠിക്കുമ്പോഴാണ് നീന്താൻ പഠിച്ചത്. ഞാൻ SLC പഠിക്കുന്ന കാലത്താണ്. അന്ന് അങ്ങേപ്പുറത്തെ കടവിൽ കാടൊന്നുമില്ല. അങ്ങേപ്പുറത്തെ കടവ് ഇതുപോലെ നല്ല ഇതായിരുന്നു. ഇവിടുന്ന് നീന്തിയിട്ട് അവിടെ എത്തും, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് നീന്തും.